നമസ്കാരം പ്രേക്ഷകരെ, ഗുഡ് മോർണിംഗ്. പുതിയ രാവിലെയിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ അങ്ങനെ ആരംഭിക്കുന്നത് തന്നെയാണ്. ഇന്ന് കുറച്ചധികം വാർത്തകളുണ്ട്, അതിലേക്ക് തന്നെ നമ്മൾ ആദ്യം തന്നെ കടക്കണമല്ലോ. പക്ഷേ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഉടനെ തന്നെ നടക്കാൻ പോകുന്നത് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച കൂടിയാണ്. താരിഫ് യുദ്ധമൊക്കെ നടക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഇരുവരും തമ്മിൽ കാണുന്നത് വളരെ സുപ്രധാനമായിട്ട് ലോകം ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് വ്യാപാര കരാറിൽ ഒരു അന്തിമ ധാരണ ഉണ്ടാകുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉടൻ തന്നെ ഒരു പരിഹാരം അല്ലെങ്കിൽ മറുപടി ഉണ്ടാകും. ഉടൻ തന്നെ ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച രാവിലെ 7:30 ഇന്ത്യൻ സമയം കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ചൂടേറിയ ചർച്ചകൾ. പ്രധാനമന്ത്രി മോദി ഇന്ന് ബീഹാറിലേക്ക് എത്തും. എന്തൊക്കെയാണ് വിജ്ഞാപനങ്ങൾ എന്നത് കാത്തിരിക്കുകയാണ്. മഹാസഖ്യത്തെ തളർത്താൻ എന്തൊക്കെയാണ് ബീഹാറിൽ NDA സഖ്യം ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നും പ്രധാനമായിട്ട് അറിയാൻ സാധിക്കും. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. PM ശ്രീ പദ്ധതിയിൽ മന്ത്രിസഭയിൽ വലിയ രീതിയിൽ അവരുടെ ചർച്ചകളും ധാരണകളൊക്കെ ആയെങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലെയല്ല. കാരണം കേന്ദ്രമാണ് അൾട്ടിമേറ്റ്ലി ഇതിന് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലും കൂടി ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ നിരവധി വാർത്തകൾ ഇന്ന് എത്തുന്നുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം തലക്കെട്ടുകളിലേക്ക് പോകാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. US ചൈന വ്യാപാര യുദ്ധത്തിനിടെ കൂടിക്കാഴ്ചയ്ക്ക് ആഗോള പ്രാധാന്യം. വ്യാപാര കരാറിൽ എത്തുക ലക്ഷ്യം. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ 100% തീരുവയും വിഷയമാകും. PM ശ്രീയിലെ മന്ത്രിസഭാ പ്രതിസന്ധിക്ക് പരിഹാരമായെങ്കിലും സർക്കാരിന് മുന്നിൽ പ്രതിബന്ധങ്ങൾ ഇനിയും. പദ്ധതിയിൽ നിന്ന് പിന്മാറാനാവില്ല. തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്രത്തിന് മാത്രം. പദ്ധതി പഠിക്കാനുള്ള മന്ത്രിതല സമിതി CPIയെ തണുപ്പിക്കാനുള്ള വെറും മാർഗം. ഇളവുകൾക്കും മാറ്റങ്ങൾക്കും കേന്ദ്രം തയ്യാറാകാൻ സാധ്യതയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഖത്തറിൽ. കേരള മുഖ്യമന്ത്രി ദോഹയിലെത്തുന്നത് 12 വർഷങ്ങൾക്ക് ശേഷം. ഖത്തർ ഔദ്യോഗിക പ്രതിനിധികളുമായും കൂടിക്കാഴ്ച. പ്രവാസി വ്യാപാര വാണിജ്യ പ്രമുഖരെയും മുഖ്യമന്ത്രി കാണും. ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂസ് 18നോട്. കുടുംബാധിപത്യത്തിന് ഇനി ഡൽഹിയിലും ബീഹാറിലും സ്ഥാനമുണ്ടാകില്ല. അമിത്ഷായുടെ പ്രതികരണം ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയുമായുള്ള അഭിമുഖത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ. മുസഫർപൂരിലും ഛപ്രയിലും റാലി. NDA പ്രകടന പത്രികയും ഇന്ന്. മോഹൻലാലിന്റെ മകൾ വിസ്മയ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്ന തുടക്കം സിനിമയുടെ പൂജ ഇന്ന്. കൊച്ചിയിലെ ചടങ്ങിന് സാക്ഷിയാകാൻ മോഹൻലാലും ഭാര്യ സുചിത്രയും. പ്രണവ് മോഹൻലാൽ ചിത്രം DS ഈറയുടെ പ്രീമിയർ ഷോയും ഇന്ന് കൊച്ചിയിൽ. പ്രദർശനം രാത്രി കൊച്ചി PVR ലുലുവിൽ. ആലപ്പുഴ പുന്നപ്രയിലെ നെൽ കർഷകരോട് സർക്കാരിന്റെ കൊടും ക്രൂരത. കൊയ്തിട്ട നെല്ല് 17 ദിവസമായിട്ടും ഏറ്റെടുക്കാതെ സിവിൽ സപ്ലൈസ്. ആർക്കും വേണ്ടാതെ വഴിനീളെ കിടക്കുന്നത് 250 ഏക്കർ പാട്ടശേഖരത്തിലെ നെല്ല്. മുന്നിലെന്ത് എന്നറിയാതെ കണ്ണീരുമായി കർഷകർ. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരം കല്ലിയൂരിൽ മകൻ അമ്മയെ കഴുത്തറുത്തു കൊന്നു. കൊലപാതകം മദ്യലഹരിയിൽ. മൃതദേഹം മദ്യമൊഴിച്ച് കത്തിക്കാനും ശ്രമം. മരിച്ചത് പകലൂർ ലക്ഷ്മി നിവാസിൽ വിജയകുമാരി അമ്മ. മകൻ അജയകുമാർ കസ്റ്റഡിയിൽ. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സെമി പോരാട്ടം. മത്സരം വൈകിട്ട് 3 മണിക്ക് മുംബൈയിൽ. ബാറ്റിംഗ് കരുത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ പോവുകയാണ്. അന്താരാഷ്ട്ര വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അല്പസമയത്തിനുള്ളിൽ നടക്കുന്ന കൂടിക്കാഴ്ച. കടുത്ത വ്യാപാര യുദ്ധം നിലനിൽക്കെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഇന്ന് കൂടിക്കാഴ്ച നടക്കും. അല്പസമയത്തിനുള്ളിൽ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യൻ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയിലാണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച. താരിഫ് മുതൽ ടിക്ടോക്ക് ഡീലടക്കം നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന കരാറിൽ ധാരണയിലെത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് മറുപടിയായി നവംബർ 1 മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 100% തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനവും മുഖ്യ അജണ്ടയായി മാറും. അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല.
ലോകം ഉറ്റുനോക്കുന്ന കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ എന്താകും ധാരണ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് കാര്യങ്ങൾ. ടാരിഫ് പോരിനിടെയാണ് ഇരുവരും തമ്മിൽ കാണുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തത് വ്യാപാര കരാറിൽ അന്തിമ ധാരണ. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഹരി പറഞ്ഞതുപോലെ ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇന്ന് സൗത്ത് കൊറിയയിലെ കാസോളിൽ നടക്കാൻ പോകുന്നത് വരുന്ന മണിക്കൂറുകളിൽ. അതായത് ഈ താരിഫ് യുദ്ധം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് വിവിധ റഷ്യയുമായി ചേർന്ന് നിൽക്കുന്ന വിവിധ രാജ്യങ്ങളോട് നടത്തുന്ന ഒരു അവരുടെ ഭീഷണിയാണ് ഈ താരിഫ് യുദ്ധം എന്ന് പറയുന്നത്. അത് ചൈനയോട് മാത്രമാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു താരിഫ് യുദ്ധം വില പേശാതെ പോയത്. കാരണം ചൈന ഏതാണ്ട് അവരുടെ സ്വന്തം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അവർക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട് അക്കാര്യത്തിൽ. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചെന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് വരുന്ന അപൂർവ ധാതുക്കളുണ്ട്, റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയും. ഈ റെയർ എർത്ത് എലമെന്റ്സിന്റെ 70% ഖനികളും ഇപ്പോൾ ലോകത്ത് ചൈനയുടെ അധീനതയിലാണ്. അപ്പോൾ ചൈന ഈ റെയർ എർത്ത് എലമെന്റ്സ് കയറ്റുമതിയിൽ വലിയ നിയന്ത്രണം ഈ മാസം മുതൽ കൊണ്ടുവരുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതാണ് ഈ അടുത്ത് വീണ്ടും ചൈനയും അമേരിക്കയും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു തുറന്ന പോരിലേക്ക് പോകാനുള്ള കാരണം ഈ റെയർ എർത്ത് എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ട് ഫോൺസ്, അതുപോലെ ആശുപത്രിയിലെ സാങ്കേതിക വിദ്യകൾ, MRI സ്കാൻ അടക്കമുള്ള സംവിധാനങ്ങൾ, വലിയ സാങ്കേതിക ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ റെയർ എർത്ത് എലമെന്റ്സ് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ കയറ്റുമതിയിൽ ചൈന നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ അമേരിക്ക വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. കാരണം അമേരിക്ക വലിയ ഈ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ രാജ്യമാണ്. ഉൽപ്പാദിപ്പിക്കുന്ന മാത്രമല്ല, അവർ അതിൻ്റെ വലിയ കയറ്റുമതിയും അമേരിക്കയിലുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ റെയർ എർത്ത് എലമെന്റ്സ് അവിടെ അങ്ങോട്ടേക്ക് എത്താതെ വരുന്നതോടുകൂടി അവരുടെ ആ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അമേരിക്കയിലുണ്ടാവും. ഇത് മുൻകൂട്ടി കണ്ടാണ് ചൈന അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ ചൈനയ്ക്കെതിരെ 100% താരിഫ് പ്രഖ്യാപിക്കും. നവംബർ 1 മുതൽ, അതായത് മറ്റന്നാൾ മുതൽ ചൈനയ്ക്കെതിരെ 100% താരിഫ് പ്രഖ്യാപിക്കും എന്നുള്ള കാര്യം പുറത്തു പറയുന്നത്. അതിന് പിന്നാലെയാണ് ചൈനയും അമേരിക്കയും തമ്മിൽ വീണ്ടും ഒരു താരിഫ് യുദ്ധത്തിലേക്ക് നീങ്ങിയത്. ഇപ്പോൾ അതിനുശേഷം ഈ ഒരു 100% ചൈനീസ് ഗുഡ്സിന് 100% താരിഫ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇനി ഈ മാസം ഒക്ടോബർ അതായത് ഇന്ന് നടക്കാൻ പോകുന്ന മീറ്റിംഗ് അത് ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്, അതിൽ ഒരിക്കൽ കൂടെ പുനഃപരിശോധിക്കേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഈ താരിഫ് യുദ്ധത്തിൽ ഒരു കൂസലുമില്ലാതെ മുന്നോട്ട് പോകുന്ന ചൈനയാണ് പിന്നീട് ലോകം കണ്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ചൈനയുമായി ഒരു ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാകുന്നത്. ഇന്നത്തെ ചർച്ച കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇനി നവംബർ 1 മുതൽ അമേരിക്ക ചുമത്തുമെന്ന് പറഞ്ഞ 100% താരിഫ് ഉൾപ്പെടെ ഒഴിവാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിൽ 57% താരിഫുണ്ട്. അതിൽ 20% അധിക നികുതി എന്ന് പറയുന്നത് ഈ ചൈന അമേരിക്കയിലേക്ക് വെനസ്വേല വഴി ഫെൻറ്റാനിൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് കടത്തുന്നു എന്നുള്ള ഒരു ആരോപണം അമേരിക്ക ചൈനയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നു. ആ ആരോപണത്തിന്റെ പേരിൽ മാത്രം 20% അധിക നികുതിയാണ് ചൈനയുടെ മേൽ അമേരിക്ക ചെലുത്തിയിരുന്നത്. എന്നാൽ ആ ഒരു 20% ഒഴിവാക്കുന്നതടക്കമുള്ളതായിരിക്കും ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഈ ചർച്ച മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ 157% നാളെ മുതൽ നവംബർ 1 മുതൽ ചൈനയ്ക്കെതിരെ അമേരിക്ക ചുമത്താൻ പോകുന്നത്. പക്ഷേ ഇന്നത്തെ ചർച്ച വിജയകരമായാൽ ആ 157% എന്ന് പറയുന്നത് വലിയ രീതിയിൽ കുറഞ്ഞ് ഒരുപക്ഷെ ഒരു 57%-ഓ 50%-ഓ അധിക നികുതിയിലേക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും ഉള്ളത് ഈ റെയർ എർത്ത് എലമെന്റ്സിന് ചൈന അതിൻ്റെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണമാണ്. മാത്രമല്ല ഈ നിയന്ത്രണത്തിന് പുറമെ അമേരിക്കയ്ക്ക് ചൈന നൽകിയ മറ്റൊരു തിരിച്ചടി എന്ന് പറയുന്നത് ഈ ചൈന അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സോയാബീൻ ഇറക്കുമതി ചെയ്തിരുന്നത്. ഈ സോയാബീൻ്റെ ഇറക്കുമതി പൂർണ്ണമായും ചൈന വെട്ടിക്കുറച്ചു. അത് അമേരിക്കയെ സംബന്ധിച്ച്, അമേരിക്കയുടെ സോയാബീൻ കർഷകരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി. അതുകൂടി ഒന്ന് മുൻനിർത്തിയാണ് ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നത്. മാത്രമല്ല ടിക്ടോക്കിൻ്റെ ഡീലിനെ കുറിച്ച് അമേരിക്കയിൽ ടിക്ടോക്ക് നിരോധിച്ചിരിക്കുകയാണ്. അത് തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ചർച്ചകളും ഇന്നുണ്ടാകും. അതായത് അമേരിക്കയുടെ താരിഫ് യുദ്ധത്തിൽ കുലുങ്ങാതെ പിടിച്ചു നിന്ന് അമേരിക്ക എന്നാൽ വലിയ രീതിയിൽ ഷീ ജിൻപിങ് ഇതിനെപ്പറ്റി വലിയ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പോലെ വലിയ പ്രസംഗമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഭീഷണിയോ മുന്നറിയിപ്പോ ഒന്നും കൊടുക്കാറില്ല. അങ്ങ് ചെയ്യാനുള്ള കാര്യം ചെയ്യുകയാണ്. അതിപ്പോൾ റെയർ എർത്ത് എലമെന്റ്സിന്റെ കയറ്റുമതിയിൽ ഉണ്ടാക്കിയ നിയന്ത്രണം എന്ന് പറയുന്നത് ഷീ ജിൻപിങ് നേരിട്ട് പ്രഖ്യാപിച്ചതല്ല. അവരുടെ വിദേശകാര്യമന്ത്രി ഇതുപോലെ വന്ന് പ്രഖ്യാപിക്കുന്നു, പോകുന്നു. അത് വലിയ രീതിയിലുള്ള വാർത്തകളൊന്നും ആകാറില്ല. പക്ഷേ അമേരിക്ക ഡൊണാൾഡ് ട്രംപ് അങ്ങനെയല്ല. ഓരോ കാര്യവും ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിക്കുകയും പിന്നീട് അതിനെപ്പറ്റി വാർത്താ സമ്മേളനം നടത്തുകയും വലിയ രീതിയിൽ ഭീഷണി എന്നോണം മറ്റ് രാജ്യങ്ങൾക്കെതിരെ ഭീഷണി എന്നോളമുള്ള പ്രസംഗങ്ങൾ അടക്കം നടക്കുകയും ചെയ്യുന്നു. അതേസമയം സൈലന്റ് ആയിട്ടാണ് ചൈനയുടെ പരിപാടി. അപ്പോൾ അങ്ങനെ
അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ചൈനയ്ക്കെതിരെ ഓരോ തവണയും അഭിലാഷ് അത് തന്നെയാണല്ലോ ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. ചൈന ആവട്ടെ അങ്ങനെ നിശബ്ദമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ട്രംപിന്റെ ആദ്യ ടേമിലാണ് ഇരുവരും തമ്മിൽ കാണുന്നത്. ഏകദേശം ഒരു 6 വർഷങ്ങൾക്ക് ശേഷമാണ് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച നടത്തുന്നത്. 2ാം ടേമിൽ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണമല്ലോ. ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 നേതാക്കൾക്കും വളരെയധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ചർച്ചയും കൂടിയാണ്. ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന കാര്യം സോയാബീൻ ഉൾപ്പെടെ, അപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ സോയാബീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഷീ ജിൻപിങ് ആവട്ടെ മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വൺ ചൈന പോളിസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ വെക്കുക, ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുക. അപ്പോൾ 2 നേതാക്കൾക്കും വിജയമാണ് എന്നുള്ള, അല്ലെങ്കിൽ ഇരുവരും 2 നേതാക്കളുടെയും പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ അവർ വിജയിച്ചു എന്നത് തന്നെയായിരിക്കും അവസാനം ഈ മീറ്റിംഗിന്റെ അനന്തരഫലം എന്നതിൻ്റെ മനസ്സിലാക്കുക. അതെ, ഇപ്പോൾ ഈ മീറ്റിംഗിന്റെ അനന്തരഫലം എന്തായാലും ചൈനയ്ക്ക് ഒരു മുൻതൂക്കം ഉണ്ടാവുകയാണ്. കാരണം ഇന്നത്തെ മീറ്റിംഗ്, അതായത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്താൻ അതിന്റെ മുൻകൈ എടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ചൈനയുമായി ഒരു യുദ്ധത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു താരിഫ് യുദ്ധത്തിലേക്ക്, ഒരു വാണിജ്യ യുദ്ധത്തിലേക്ക് പോകാനായിട്ട് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. കാരണം അമേരിക്കയ്ക്ക് അത് വലിയ തിരിച്ചടിയാവും. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഒരുപാട് രാജ്യങ്ങളുമായുള്ള കമ്മിറ്റ്മെന്റുകളുണ്ട്, പല രീതിയിലുള്ള വ്യാപാരങ്ങളുണ്ട്. അതിനൊക്കെ തിരിച്ചടിയാവുന്ന തരത്തിലാണ് ചൈനയുടെ ഇടപെടലുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ മാത്രമല്ല, ഇപ്പം ചൈന അമേരിക്കയെ ആശ്രയിക്കുന്നത് ഇതുപോലെ സോയാബീൻ, അതുപോലെ ഹൈ എൻഡ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. ഇത്തരം ഈ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലാണ് ചൈന അമേരിക്കയെ ആശ്രയിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ചൈന സ്വന്തമായ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളടക്കം കൊണ്ടുവരുന്നു. അതുപോലെ സോയാബീൻ വാങ്ങാനായിട്ട് ബ്രസീലിനെ സമീപിക്കുന്നു തുടങ്ങി അതായത് അമേരിക്കയിൽ നിന്ന് എന്തൊക്കെയാണോ തങ്ങൾക്ക് ആവശ്യമുള്ളത് അത് മറ്റിടങ്ങളിൽ നിന്ന് അതിൻ്റെ സോഴ്സ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അത് അമേരിക്കയുടെ ഏതൊരു തന്ത്രവും ചൈനയ്ക്കെതിരെ വിലപ്പോവില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതുകൊണ്ട് ഒരു സംയമന തന്ത്രം, അതായത് ചൈനയുമായി ഒരു തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിന് പകരം അവരുമായി ഒത്തുചേർന്ന് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള ഔട്ട്കമാണ് വരുന്നതെങ്കിലും അത് ചൈനയെ സംബന്ധിച്ച് അവർക്കൊരു വിജയമെന്ന് വേണം കരുതാൻ. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചകളിൽ 2 രാജ്യങ്ങളുടെയും ഉദ്യോഗസ്ഥർ പരസ്പരം സംസാരിച്ച് ഒരു ഡീലിലേക്ക് എത്താമെന്നുള്ളൊരു ധാരണയിലാണ് ഇന്നിപ്പോൾ ഇരുവരും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സമവായം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ചർച്ചയുടെ അനന്തരഫലം എന്ത് തന്നെയായാലും ചൈനയ്ക്കായിരിക്കാം വിജയം എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കുറച്ചും കൂടെ ഒരു അപ്പർ ഹാൻഡ് ചൈനയ്ക്ക് നിൽക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടിക്കാഴ്ച അല്പസമയത്തിനൊക്കെ നടക്കും. ലോകം ഉറ്റുനോക്കുന്ന കൂടിക്കാഴ്ചയാണ്. 6 വർഷങ്ങൾക്ക് ശേഷം ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്തുന്ന ഒരു കൂടിക്കാഴ്ചയും കൂടിയാണ്. 2019 ട്രംപിന്റെ ആദ്യത്തെ ടേമിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടത്തുന്നത്. ട്രംപിന്റെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും, ഷീ ജിൻപിങ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. എന്തായാലും അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി എത്തിയത്. നമ്മൾ നേരെ ഇനി കേരളത്തിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് PM ശ്രീയിലെ ധാരണാപത്രം, അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. CPIക്ക് മുന്നിൽ CPM മുട്ടുമടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും അത് കൃത്യമായ രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവർക്കൊരു മന്ത്രിസഭാ രീതിയിൽ ഒരു പ്രതിസന്ധിയൊക്കെ മാറി നിൽക്കുന്നെങ്കിൽ പോലും കാര്യങ്ങൾ വേണ്ട രീതിയിൽ എളുപ്പമല്ല എന്നത് വേണം തന്നെ പറയാം. പ്രത്യേകിച്ച് PM ശ്രീ ധാരണാപത്രം മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചെങ്കിലും പദ്ധതിയിൽ നിന്ന് പിന്മാറ്റം എളുപ്പമല്ല. ധാരണാപത്രം ഒപ്പിട്ട ശേഷം പദ്ധതിയുടെ ഉപാധികൾ സംബന്ധിച്ച് പഠിക്കാൻ മന്ത്രിതല സമിതിയെ നിയോഗിച്ചതും തൽക്കാലം നടപ്പാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രത്തിന് കത്തെഴുതുന്നതും CPIയെ അനുനയിപ്പിക്കുന്നതിനപ്പുറം പ്രത്യേകിച്ച് ഗുണം ചെയ്യില്ലെന്നാണ് വിലയിരുത്തൽ. പദ്ധതിയുടെ നിബന്ധനകളിൽ ഭേദഗതി കേരളത്തിന് ആവശ്യപ്പെടാമെങ്കിലും അതും കേന്ദ്രം അംഗീകരിക്കണം. കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കണമെന്നതടക്കമുള്ള ഉപാധികളിൽ ഒരു ഭേദഗതിക്കും കേന്ദ്രം തയ്യാറായേക്കില്ല. ഇപ്പോൾ ഈ SSK ഫണ്ടിലേക്ക് 300 കോടി കിട്ടാനിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പിന്മാറ്റമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ കോടികളുടെ കണക്കുകളൊക്കെ പറയുമ്പോഴാണ് ഇപ്പോൾ അങ്ങനെ ഒരു സാധ്യതയേ ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും ആ ഫണ്ട് ഇപ്പോൾ ഒരു സ്റ്റേക്ക് നിൽക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പിന്മാറ്റമൊക്കെ വഴിയാണെങ്കിൽ ഉറപ്പായിട്ടും ആ 300 കോടി എന്താകും എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി എന്താണ് തീരുമാനമൊന്നും അറിയത്തില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നിൽക്കുകയാണ്, കുഴഞ്ഞു മറിഞ്ഞൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കാം അവരുടെ തീരുമാനം, എന്തൊക്കെയായിരിക്കും CPI അനുനയിപ്പിക്കാനുള്ള വെറും തന്ത്രം മാത്രമതിനപ്പുറം ഇത് കാര്യങ്ങൾ വേണ്ട രീതിയിൽ എളുപ്പമല്ല എന്നത് വേണം മനസ്സിലാക്കാൻ. ഇനി നമ്മൾ നേരെ അമിത്ഷായുടെ ഇൻ്റർവ്യൂവിലേക്ക് പോവുകയാണ്. ന്യൂസ് 18 നൽകിയ അഭിമുഖമാണ് അത്. കേരളത്തിൽ ഈ വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 25%-ലധികം വോട്ട് ലഭിക്കുമെന്ന് അമിത്ഷാ ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. ബീഹാറിൽ NDA 3-2 ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും അമിത്ഷാ സ്ഥിരീകരിച്ചു.
ന്യൂസ് 8ന്റെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടി സബ്സെ ബഡാ ദംഗലിലാണ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJPയുടെ പ്രതീക്ഷകളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കുവച്ചത്. BJPക്ക് സംസ്ഥാനത്ത് 25%-ലധികം വോട്ട് ലഭിക്കുമെന്നാണ് അവകാശവാദം. സീറ്റ് നിലയും കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെടും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നടക്കുമെന്ന് ഇപ്പോൾ പറയാറായിട്ടില്ലെന്നും അമിത്ഷാ പറഞ്ഞു. पंचायत चुनाव में म्युनिसिपैलिटी और म्युनिसिपल कॉर्पोरेशन के चुनाव में भारतीय जनता पार्टी 25% वोट प्राप्त करेगी और हम अच्छी खासी संख्या में सीटें भी जीत कर लाएंगे. ബീഹാറിൽ വ്യക്തമായ NDA തരംഗമുണ്ട്. ഇത്തവണ സഖ്യ സീറ്റുകളുടെ എണ്ണത്തിൽ അഭൂതപൂർവമായ വർധന ഉണ്ടാകുമെന്ന് അമിത്ഷാ പറഞ്ഞു. നരേന്ദ്രമോദിയുടെയും നിതീഷ് കുമാറിന്റെയും ഇരട്ട എഞ്ചിൻ സർക്കാർ 11 വർഷത്തിനുള്ളിൽ ബീഹാറിൽ വലിയ പരിവർത്തനം കൊണ്ടുവന്നു. NDA മുന്നണി ഇത്തവണ 3/2 ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നാണ് അമിത്ഷായുടെ പ്രതീക്ഷ. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും സ്ഥിരീകരിച്ചു. NDA का गठबंधन 2/3 बहुमत से ज्यादा सीटें जीतकर मोदी जी और नीतीश जी के नेतृत्व में यहां सरकार बनाएगा और हम नीतीश कुमार जी के नेतृत्व में ही चुनाव लड़ रहे हैं. कोई कंफ्यूजन NDA गठबंधन में नहीं. ഒപ്പം മഹാഗഡ്ബന്ധനെ അമിത്ഷാ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ലാലു പ്രസാദ് യാദവിന്റെ മകന് മുഖ്യമന്ത്രിയാകണമെന്നും സോണിയാഗാന്ധിയുടെ മകന് പ്രധാനമന്ത്രിയാകണമെന്നുമാണ് ആഗ്രഹം. എന്നാൽ ബീഹാറിലും ഡൽഹിയിലും അതിന് ഒഴിവില്ലെന്നാണ് പരിഹാസം. लालू जी की बहुत मन की इच्छा है कि इनके बेटे एक बार मुख्यमंत्री बन जाएं और सोनिया जी की भी मन की इच्छा है कि उनका बेटा PM बन जाए. मैं आज दोनों को कहना चाहता हूं, बिहार में और दिल्ली में कहीं जगह खाली नहीं है. यहां नीतीश बाबू बैठे हैं, वहां मोदी जी बैठे हैं. आपके बेटों के लिए कहीं जगह खाली नहीं है. കേന്ദ്ര സർക്കാരിന്റെയും ബീഹാർ സർക്കാരിന്റെയും നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് അമിത്ഷാ ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയോട് സംസാരിച്ചത്. GST പരിഷ്കാരങ്ങൾ രാജ്യത്തെ പൗരന്മാർക്ക് അനുഗ്രഹമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്നാണ് വാദം. വഖഫ് ബില്ല് തടയുമെന്ന മഹാഗഡ്ബന്ധന്റെ പ്രസ്താവനയെയും അമിത്ഷാ തള്ളിക്കളഞ്ഞു. ഇന്ത്യയെ വൈകാതെ നക്സൽ മുക്തമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഇതുവരെ നിരവധി പേർ കീഴടങ്ങിക്കഴിഞ്ഞു. ഇനിയും യാതൊരു ചർച്ചയ്ക്കും കേന്ദ്ര സർക്കാർ ഒരുക്കമല്ലെന്നാണ് അമിത്ഷായുടെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. യെസ്, അതാണ് ബീഹാറിൽ 3/2 ഭൂരിപക്ഷം. അതാണ് അമിത്ഷായുടെ വിശ്വാസം. ഏകദേശം 66% ഓഫ് ദ വോട്ട് ഷെയർ അത് NDAയിലേക്ക് പോകുമെന്നാണ് അമിത്ഷായുടെ വിശ്വാസം നിൽക്കുന്നത് എന്നത് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ, NDAയുടെ ആത്മവിശ്വാസം കുറച്ചുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെത്തും. മുസഫർപൂരിലും ഛപ്രയിലുമാണ് മോദിയുടെ റാലി. NDAയുടെ പ്രകടന പത്രികയും ഇന്ന് പുറത്തിറക്കും. രാകേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാകേഷ്, ഗുഡ് മോർണിംഗ്. പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. മഹാസഖ്യത്തിനെതിരെ NDA മുന്നോട്ട് വെക്കുന്നത് എന്തൊക്കെയായിരിക്കും പ്രകടന പത്രികയിൽ ഉണ്ടാകുന്ന വാഗ്ദാനങ്ങൾ? കാത്തിരിക്കുകയാണ് ബീഹാർ. അത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇനി NDAയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കുകയാണ്. ഏതായാലും എന്തൊക്കെയായിരിക്കും വാഗ്ദാനം എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ച് യുവാക്കളെയും സ്ത്രീകളെയും ഒക്കെ തന്നെ ആകർഷിക്കുന്ന തരത്തിൽ സർക്കാർ ജോലിയടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പ്രകടന പത്രികയായിരുന്നു ഇന്ത്യ സഖ്യം പുറത്തിറക്കിയത്. മാത്രവുമല്ല, ബീഹാറിൽ NDA സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടിനെടുക്കുകയാണെങ്കിൽ NDA സഖ്യം വലിയ വെല്ലുവിളി നേരിടുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് സ്ത്രീകളെ കയ്യിലെടുക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണത് നടപ്പാക്കിയത്, ഉദ്ഘാടനം ചെയ്തത്. പ്രത്യേകിച്ച് 10,000 രൂപ അവരുടെ അക്കൗണ്ടിൽ, സ്വയം തൊഴിലിനായി അക്കൗണ്ടിൽ എത്തുന്ന പദ്ധതി, അതിൻ്റെ പണമൊക്കെ തന്നെ സ്ത്രീകളുടെ അക്കൗണ്ടുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരം പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തിയതാണ് NDA. അതിന് സമാനമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഏതായാലും ഇന്നുണ്ടാകും, NDAയുടെ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നിതീഷ് കുമാർ എല്ലാ കാലത്തും സദ്ഭരണം എന്നതിന് പേരുകെട്ട നേതൃത്വമാണ്. പക്ഷേ നിതീഷിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്തവണയുണ്ട്. എങ്കിൽ പോലും സ്ത്രീ വോട്ടർമാർക്കും ഒപ്പം തന്നെ അടക്കമുള്ളവരിൽ വലിയ സ്വാധീനം നിതീഷിനുണ്ട്. അപ്പോൾ സ്ത്രീകളെ അടക്കം കയ്യിലെടുക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ റാലിയിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. ഛപ്രയിൽ അദ്ദേഹത്തിന് റാലിയുണ്ട്. ഇതുൾപ്പെടെ 2 റാലികളിലാണ്, മുസഫർപൂരിലും അടക്കം 2 റാലികളിലാണ് പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കുക. ഇത് 2ാമത്തെ റാലിയാണ്.
സമസ്തിപൂരിലാണ് ആദ്യ റാലി നടന്നത്. അന്ന് ആ റാലിയിലാണ് നിതീഷ് തന്നെയായിരിക്കും നയിക്കുക എന്ന സൂചന പ്രധാനമന്ത്രി നൽകിയത്. അന്ന് യഥാർത്ഥത്തിൽ നിതീഷിന്റെ ഭരണനാളുകളെ പുകഴ്ത്തിക്കൊണ്ടൊരു പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയത്. പ്രത്യേകിച്ച് 2005 മുമ്പ് ജംഗിൾ രാജായിരുന്നു ബീഹാറെങ്കിൽ അവിടെ സദ്ഭരണം കൊണ്ടുവന്ന നിതീഷ് ആണെന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുകയാണ് ചെയ്തത്. സമാനമായ രീതിയിൽ നിതീഷിന്റെ ഭരണനാളുകളിലെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടും ലാലുവിൻ്റെയും റാബ്രിയുടെയും ഭരണനാളുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് BJP കടക്കുകയാണ്. സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങളൊക്കെ തന്നെ ഇന്നത്തെ റാലിയിലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പ്രധാനമന്ത്രി അന്ന് നിതീഷ് തന്നെയായിരിക്കും നയിക്കുക എന്ന സൂചന നൽകിയിരുന്നെങ്കിൽ ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അക്കാര്യം ഉറപ്പിച്ചു പറയുകയാണ് ചെയ്തത്. അതായത് കേന്ദ്രത്തിലും ബീഹാറിലും അധികാര പദവിയിലേക്ക് മുഖ്യമന്ത്രി കസേരയ്ക്കും ഒപ്പം തന്നെ പ്രധാനമന്ത്രി കസേരയ്ക്കും ഒഴിവില്ല എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നിതീഷ് തന്നെയാണ് ഞങ്ങളുടെ നേതാവ്, നിതീഷ് തന്നെയാണ് നയിക്കുക എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ഏതായാലും അമിത്ഷാ ചെയ്തിരിക്കുന്നത്. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് അത്തരമൊരു പ്രഖ്യാപനം അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. യെസ്, അത് തന്നെയാണ്. മോദി ആദ്യത്തെ റാലിയിൽ നിതീഷ് കുമാർ നയിക്കുമെന്നൊരു സൂചന നൽകിയെങ്കിൽ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ കൃത്യമായി വ്യക്തമാക്കുന്നു നിതീഷ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്നത്. എന്തായാലും ബീഹാറിൽ ഇന്ന് മോദി എത്തുകയാണ്. 2 ഇടങ്ങളിലായിട്ട് റാലി നടക്കും. മുസഫർപൂരിലും ഛപ്രയിലും മോദിയുടെ റാലി ഇന്നുണ്ടാകും. പ്രകടന പത്രികയും പുറത്തിറക്കും. എന്താണ് മഹാസഖ്യത്തിന് നേരെ NDA മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും കയ്യിലെടുക്കാനുള്ള വാഗ്ദാനങ്ങൾ ആ പ്രകടന പത്രികയിൽ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ബീഹാർ. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഖത്തറിലെത്തും. രാവിലെ ദോഹയിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ പരിപാടികളിൽ സംബന്ധിക്കും. 12 വർഷത്തിനു ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഖത്തറിൽ സന്ദർശനം നടത്തുന്നത്. ഖത്തർ ഔദ്യോഗിക പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുന്ന മുഖ്യമന്ത്രി ഇന്ത്യൻ സമൂഹത്തിലെ വ്യാപാര വാണിജ്യ പ്രമുഖരും വിവിധ സംഘടനാ ഭാരവാഹികളുമായും സംവദിക്കും. ശബരിമല സ്വർണ്ണപ്പാളി മോഷണക്കേസിൽ SITയുടെ കസ്റ്റഡിയിൽ തുടരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് റാന്നി ഹൈക്കോടതിയിൽ ഹാജരാക്കും. അതേസമയം മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം ഇരുവരെയും ശബരിമലയിൽ എത്തിച്ച് SIT തെളിവെടുപ്പ് നടത്തും. സ്വർണത്തിന് പകരം ചെമ്പ് എന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് ആരുടെ സ്വാധീനത്തെ തുടർന്നെന്ന് കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. 4 ദിവസത്തേക്കാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. നടൻ അജ്മൽ അമീറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തമിഴ് നടി അജ്മൽ അമീറിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തുന്നു. നർവിനി ധേരിയാണ് അജ്മലിനെതിരെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുന്നത്. ഓഡിഷൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറി എന്നാണ് നർവിനി മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ഭാഗ്യം കൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്നും താരം പറഞ്ഞു. ട്രെൻഡ് ടോക്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നർവിനി ധേരിയുടെ വെളിപ്പെടുത്തൽ. താൻ സുന്ദരനാണെന്നും തൻ്റെ പുറകെ ഒരുപാട് പെൺകുട്ടികൾ നടക്കുന്നുണ്ടെന്നും അജ്മൽ നർവിനിയോട് പറയുന്നു. ഓഡിഷൻ എന്ന പേരിൽ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നു. തന്നെ ബലമായി കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. ദൈവഭാഗ്യം കൊണ്ട് മാത്രമാണ് താൻ ആ മുറിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതെന്നും അജ്മലിനെതിരെ നർവിനി തുറന്നു പറഞ്ഞു. അജ്മലുമായിട്ടുള്ള ചാറ്റുകൾ ഉൾപ്പെടെ നർവിനി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ നർവിനി തുറന്നു പറയുന്നത്. തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം, തൻ്റെ സുഹൃത്തുക്കളോട് പോലും താൻ നർവിനി ഇത് തുറന്നു പറയുകയും ചെയ്തിരുന്നു. ജീവന് പേടി കൊണ്ട് മാത്രമാണ് കേസുമായി മുന്നോട്ട് പോകാത്തതെന്നും യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ നർവിനി തുറന്നു പറയുമ്പോൾ അജ്മലിന്റെ വലയിൽ വീണ പെൺകുട്ടികൾ അല്ലെങ്കിൽ അജ്മൽ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ച പെൺകുട്ടികൾ നിരവധിയായി ഓരോ ദിവസവും പുറത്തു വരികയാണ്. ഇത് കേവലം ഒരൊറ്റ കേസ് മാത്രമല്ല, പല പല പെൺകുട്ടികൾ നേരിട്ട ദുരനുഭവങ്ങൾ, കാസ്റ്റിംഗ് കൗച്ച് പോലും ഇതിൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ. ഓഡിഷൻ എന്ന പേരിലാണ് ഇത് പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയെന്ന് പറയുമ്പോൾ കൃത്യമായി കാസ്റ്റിംഗ് കൗച്ച് തന്നെ നടത്തുന്നു. തൻ്റെ ഫെയിം ഉപയോഗിച്ച് ഒരു നടിയെ റൂമിൽ വിളിച്ചു വരുത്തി സിനിമയിൽ വാഗ്ദാനം നൽകാമെന്ന പേരിൽ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു, കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ദുരനുഭവമാണ് ഈ നടി പുറത്തു വിട്ടിരിക്കുന്നത്. നടിയുടെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ നമ്മൾ വരും മണിക്കൂറുകളിൽ പുറത്തുവിടും. ഒരു ദാരുണ സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നാണ് വാർത്ത. തിരുവനന്തപുരം കല്ലിയൂരിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ കഴുത്തറുത്ത് കൊന്നു. പകലൂർ ലക്ഷ്മി നിവാസിൽ വിജയകുമാരി അമ്മയാണ് മകൻ അജയകുമാർ കറിക്കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊന്നത്. കൊലപാതക ശേഷം മൃതദേഹം മദ്യമൊഴിച്ച് കത്തിക്കാനും ശ്രമിച്ചു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. വന്ന സമയത്ത് ഇയാൾ അങ്ങ് നടക്കുകയായിരുന്നു. ആദ്യം ഈ മദ്യം ദേഹത്തോട് ഒഴിക്കുകയായിരുന്നു. അങ്ങനെയാണ് കണ്ടത്.
അപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ ഇറങ്ങി ഇയാളെ പിടിച്ച് അങ്ങനെ അപ്പോഴത്തേക്ക് പോലീസ് വന്നു. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ദാരുണമായ സംഭവം എന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. എന്താണ് വിശദാംശങ്ങൾ? ഹരി, തീർച്ചയായും വളരെ ഒരു ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ പുലർച്ചെ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു ഈ സംഭവം. വിഴിഞ്ഞം കല്ലൂരിലായിരുന്നു ഈ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ലക്ഷ്മി നഗറിൽ താമസിക്കുകയായിരുന്ന വിജയകുമാരി എന്ന 76-കാരിയാണ് ഈ മകന്റെ ക്രൂരതയ്ക്ക് മുമ്പിൽ ജീവൻ പൊലിഞ്ഞു പോയത്. ഇന്നലെ മദ്യ ലഹരിയിലായിരുന്നു ഈ പറയുന്ന ഈ അമ്മയുടെ മകൻ അജയ്കുമാർ. ഇയാൾ മദ്യപിച്ച് സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇയാൾ നിരവധി തവണ സെന്ററിൽ ഉൾപ്പെടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. സ്ഥിരം അമ്മയെ മർദ്ദിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ മദ്യലഹരിയിലായിരിക്കുമ്പോൾ ആദ്യം അമിതമായി മദ്യപിക്കുകയും പിന്നെ വീണ്ടും മദ്യപിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അമ്മ തടഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹം ഒരു റിട്ടയർഡ് സൈനിക കൂടിയായിരുന്നു. അപ്പോൾ ധാരാളം മദ്യം റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന് മദ്യം കയ്യിൽ കിട്ടാറുണ്ടായിരുന്നു അത്രേ. സോ ഇത് അമ്മ തടഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന കത്തിയായിരുന്നു ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചെന്നാണ് പോലീസ് പറയുന്നത്. അവിടെ വീട്ടിനകത്ത് വെച്ച് തന്നെ അമ്മയെ ആദ്യം അദ്ദേഹം കുത്തുകയായിരുന്നു. ഇറങ്ങി പുറത്തേക്ക് ഓടിയ അമ്മയെ പിന്തുടർന്ന് കിണറ്റിൻകരയിൽ വെച്ച് കഴുത്തിന് ഒപ്പം കൈകളിലും കാലുകളിലും ഞരമ്പുകൾ മുറിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം. തുടർന്ന് നാട്ടുകാർക്ക് ഈ അമ്മയുടെ വെടികെട്ട് നാട്ടുകാരെത്തിയെങ്കിലും നാട്ടുകാർക്ക് മുന്നിലും ഇയാൾ ആക്രോശിച്ച് നിൽക്കുകയായിരുന്നു. ഒപ്പം മൃത അവസ്ഥയിലെത്തിയ അമ്മയുടെ ദേഹത്ത് ഈ മദ്യമൊഴിച്ച് തന്നെ കത്തിക്കാനും ശ്രമിച്ചു. എന്നാൽ ഈ ആടിപ്പളർന്നില്ല. അത് എന്ന് ചോദിച്ചാൽ ആ ഒരു ശ്രമവും ഇയാൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് നാട്ടുകാരുടെ ഒപ്പം നേമം പോലീസ് ഇടപെട്ട് ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ അജയ്കുമാർ നേമം പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. പോലീസ് സ്ഥലത്ത് ഉണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഹരി, യെസ്, അതാണ് പോലീസിൽ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരങ്ങളാണ് അരുൺ മോഹൻ പങ്കുവച്ചത്. ആദ്യമായിട്ടല്ല ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ആ അമ്മയെ, വിജയകുമാരി അമ്മയെ, ഈ മകൻ അജയ്കുമാർ നിരവധി തവണ ഇതിനു മുമ്പും പലപ്പോഴായി ആക്രമിക്കുകയും ചെയ്തു. അതിൻ്റെ കഴിഞ്ഞ ദിവസമാണ് കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം മൃതദേഹം മദ്യമൊഴിച്ച് കത്തിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ്. നേമം പോലീസും നാട്ടുകാരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. അടിമാലി കൂമ്പൻപാറ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ കുടുംബങ്ങളുടെ ആകുലത ഒഴിയുന്നില്ല. കിടപ്പാടവും വീടും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞ ഇവർക്ക് ഇനിയും പ്രതീക്ഷ സർക്കാർ സഹായം മാത്രമാണ്. പുനരധിവാസം ഏറ്റവും വേഗത്തിലാക്കണമെന്നാണ് ഇവിടുത്തെ കുടുംബങ്ങളുടെ ആവശ്യം. ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ജീവിതം മാറിയതിന്റെ ഞെട്ടലിലാണ് അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ച ലക്ഷം വീട് പ്രദേശത്തെ 40-ലധികം കുടുംബങ്ങൾ. 44 കുടുംബങ്ങളെയാണ് ഇവിടെ നിന്നും 2 ഘട്ടമായി മാറ്റിപ്പാർപ്പിച്ചത്. 38 കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ശേഷിക്കുന്നവർ ബന്ധുക്കളുടെ വീടുകളിലേക്കും മാറി. 9 കുടുംബങ്ങളുടെ വീടുകൾ പൂർണ്ണമായി മണ്ണിടിച്ചിൽ തകർന്നു. ഇനിയും എത്ര നാളിങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബങ്ങൾ. 8 വീട് പോയിട്ട് ഇവിടെ 2 ദിവസമായി ക്യാമ്പിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഉടനെ ഇപ്പോൾ ഒരു വീട് സംവിധാനങ്ങൾ ഇപ്പോൾ മാറാനുള്ള സംവിധാനങ്ങൾ എങ്ങനെയെങ്കിലും എത്രയും വേഗം ഇതിൻ്റെ അധികാരികൾ ഉടനെ ഇത് സംവിധാനമാക്കി തന്നെ. വീട്ടുപകരണങ്ങളും കുടുംബാംഗങ്ങളുടെ രേഖകളുമെല്ലാം നഷ്ടപ്പെട്ടു. അവയെല്ലാം വീണ്ടെടുക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തു നിന്നും ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ ആശങ്കയും ഒഴിയുന്നില്ല. വീടുകളിൽ നിന്നും മാറ്റിയ വസ്തുക്കൾ മറ്റിടങ്ങളിലുമെല്ലാമാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പുനരധിവാസത്തിനാവശ്യമായ നടപടികൾ അധികൃതർ ഏറ്റവും വേഗത്തിലാക്കണമെന്നാണ് ഈ കുടുംബങ്ങളുടെ എല്ലാം ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം വളാഞ്ചേരിയിൽ 40 ഏക്കറിലധികം നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി നശിച്ചു. പൈങ്കണ്ണൂർ ആലുക്കപ്പടി പാടശേഖരത്തിലാണ് കർഷകരുടെ കണ്ണീർ വീഴ്ത്തി നെൽപ്പാടങ്ങൾ വെള്ളത്തിൽ മുങ്ങിയത്. ദേശീയപാത റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതിനാൽ 5 ദിവസത്തോളം വെള്ളം പാടത്ത് കെട്ടിനിന്നതാണ് കൃഷി നശിക്കാൻ കാരണം. വളാഞ്ചേരി പൈങ്കണ്ണൂർ ആലുക്കപ്പടി പാടശേഖരത്തിലെ 40 ഏക്കറിലധികം വരുന്ന നെൽകൃഷിയാണ് ഞാറുനട്ട് ദിവസങ്ങൾക്കകം വെള്ളത്തിൽ മുങ്ങി നശിച്ചത്.
ദേശീയപാത റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതിനാൽ 5 ദിവസത്തോളം വെള്ളം പാടത്ത് കെട്ടിനിന്നതാണ് കൃഷി നശിക്കാൻ കാരണം. നല്ലൊരു ഭാഗം ഞാറ് വെള്ളം ഇറങ്ങി തുടങ്ങിയപ്പോൾ വെള്ളത്തിനൊപ്പം ഒഴുകിപ്പോയതായും കർഷകർ പറയുന്നു. ഇത്രയും സ്ഥലം നട്ടതാണ് ഈ കാണുന്ന വെള്ളക്കെട്ടൊക്കെ നിൽക്കുന്നതിൻ്റെ ഒക്കെ അടിയിൽ നെല്ലാണ് നട്ടിട്ട് 15-20 ദിവസമൊക്കെ ആയതാണ്. ഒരു മാസമായതുകൊണ്ട് എല്ലാം പോയി എന്ന് തന്നെ കാണാം. അങ്ങനെ തന്നെ പറയാം, എല്ലാം പോയി. എന്താ വാക്ക പോയി എന്ന് തന്നെ പറയാം. നമ്മുടെ എല്ലാം പോയി എന്ന് തന്നെ പറയാം. പിന്നെ നമുക്കൊന്നും പറയാൻ എന്താ ഇപ്പം നമ്മൾ പറയാം, ഇങ്ങനെ വരിക, നമ്മൾ അനുഭവിക്കുക. ഇനി മുന്നോട്ടുള്ള പോക്ക് ഭയങ്കര പ്രശ്നമാണ്. വളാഞ്ചേരി, കാട്ടിപ്പരുത്തി, മൂച്ചിക്കൽ ഭാഗങ്ങളിലെ ദേശീയപാതയിൽ നിന്നെല്ലാം ഒഴുകിയെത്തുന്ന വെള്ളം ആലുക്കപ്പടി പാടശേഖരത്താണ് വന്നു ചേരുന്നത്. മുൻകാലങ്ങളിൽ ഇവിടങ്ങളിൽ പെയ്യുന്ന മഴവെള്ളം പാടശേഖരത്തോട് ചേർന്ന് തോട്ടിലൂടെ ഒഴുകിപ്പോകുന്നതായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ ദേശീയപാത നിർമ്മാണം പൂർത്തിയായതോടെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കുകയും ഒഴുകിപ്പോകാൻ തോടിന്റെ വലിപ്പം അപര്യാപ്തമാവുകയും ചെയ്തു. ഇതോടെ വെള്ളം ദിവസങ്ങളോളം പാടത്ത് കെട്ടിനിൽക്കും. ഈ തോട് വലിപ്പം കൂട്ടിയാൽ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാമെന്ന് കർഷകർ പറയുന്നു. ഞങ്ങൾ നട്ട് കഴിഞ്ഞതിന് ശേഷം 1-2 മഴ പെയ്തിട്ട് അത് പോലെ ഈ പ്രാവശ്യം മഴ ലാസ്റ്റ് അധികം പെയ്തു. അത് കാരണമാണ് ഇവിടെ ഇത്ര വെള്ളക്കെട്ടുള്ളത്. മേലെ ഹൈവേ റോഡ് വന്നപ്പോൾ പല ഭാഗത്തു കൂടി പോയിരുന്ന വെള്ളം ഒരേ ഷെയ്ഡിൽ വന്നിട്ട് ഈ ഭാഗത്ത് നമ്മുടെ ഭാഗത്താണ് അധികം വരുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടുതലായി വരികയാണ്. നേരെ പുഴയിലേക്ക് പോയിരുന്ന കൂടി ഇപ്പം ഇങ്ങോട്ടാണ് വരുന്നത്. അതിന് വല്ല പ്രതിവിധി ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാണിച്ചെന്ന് തീർക്കില്ല. അല്ല, ഞങ്ങൾ കർഷകരെ കൊണ്ട് ഇത്രയും സ്ഥലമൊക്കെ ഇപ്പം മുനിസിപ്പാലിറ്റിയാണ്. വില്ലേജിന്റെ വളാഞ്ചേരി കൃഷിഭവന്റെ കീഴിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ കർഷകർക്കും ഇതുമൂലമുണ്ടായത്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് 18 തിരൂർ. ദേശീയപാതയിൽ നിന്ന് മഴവെള്ളത്തിനൊപ്പം ഇരച്ചെത്തിയ മലിനജലം ഇല്ലാതാക്കിയത് കുറ്റിപ്പുറത്തുകാരുടെ വീടും കുടിവെള്ളവും. 10ഓളം വീടുകൾക്കാണ് ദേശീയപാതയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളം നാശം വിതച്ചത്. ഇതിനു പുറമെ കിണറുകളിൽ മലിനജലം കലർന്നതിനാൽ നാട്ടുകാർ കുടിവെള്ളത്തിനും ബുദ്ധിമുട്ടുകയാണ്. വീട്ടുമുറ്റത്തും പറമ്പിലുമടക്കം മഴവെള്ളത്തിനൊപ്പം കുത്തിയൊലിച്ചെത്തിയ ചെളി നിറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുള്ളിക്കൊരു കുടം കണക്കെ തിമിർത്തു പെയ്ത തുലാമഴയാണ് കുറ്റിപ്പുറം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത നാശം വിതച്ചത്. മൂടാൽ, പെട്രോൾ പമ്പ്, ചെല്ലൂർ, പറക്കുന്നത്ത്, പാണ്ടികശാല, കൈലാസ് ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പെയ്ത മഴയ്ക്കൊപ്പം ദേശീയപാതയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ മണ്ണും ചെളിയും വീടുകളിലേക്കും കിണറുകളിലേക്കും എത്തുകയായിരുന്നു. 10ഓളം വീടുകളിലേക്കാണ് മഴവെള്ളം കുത്തിയൊലിച്ചെത്തിയത്. തൊഴുകാട്ട് കുഞ്ഞിമുഹമ്മദ് എന്നയാളുടെ വീടിനു മുകളിലെ മതിൽ തൊട്ടു മുൻപത്തെ ദിവസത്തെ മഴയിൽ തകർന്നു വീണിരുന്നു. ഇത് സ്വന്തം നിലയിൽ കോൺക്രീറ്റ് മതിൽ നിർമ്മിക്കുമ്പോഴാണ് ഞായറാഴ്ച രാത്രി വീണ്ടും ഇടിച്ചു കുത്തിപ്പെയ്ത മഴയിൽ ഈ മതിലും തകർന്നു വീണത്. വിഷയം തന്നെ റോട്ടുമെന്ന് ഹൈവേന്ന് വെള്ളം നേരിട്ടിട്ട് ഞങ്ങളെ മുറ്റത്തേക്കാ വരുന്നത്. നടക്കാൻ പോലും ഞങ്ങൾക്ക് വെച്ചാത്ത ഞാനും എന്താ കാട്ടും. ഒരു വണ്ടി ഇറങ്ങൂല, ഒന്നും നടക്കാൻ വെച്ച കണ്ടിയില്ല. അതൊക്കെ തന്നെ ഇപ്പം ഞങ്ങളവസ്ഥ. പല കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്ക് താമസം മാറിയിരിക്കുകയാണിപ്പോൾ. തുലാവർഷം ഇനിയും തിമിർത്തു പെയ്യുമെന്നതിനാൽ പ്രദേശത്തെ മറ്റു വീടുകളും അപകട ഭീതിയിലാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഡ്രൈനേജുകളാണ് പ്രദേശവാസികളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ മഴവെള്ളം കുത്തിയൊലിച്ചെത്താൻ കാരണം. റോഡ് കാര്യങ്ങൾ അവിടുന്ന് മേലെന്ന് പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്നും പിന്നെ പള്ളിയുടെ അപ്പുറത്തെ സൈഡിൽ സർവീസ് റോഡ് 2 സർവീസ് റോഡിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇപ്പോൾ ഈ വീട്ടിൻ്റെ മുറ്റത്തേക്ക് വരുന്നത്. പിന്നെ വീടിൻ്റെ അവസ്ഥ വളരെ മോശം. ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്തെടുത്താണ് വീട്. പിന്നെ ഒരു കോയൽക്കിണർ കണ്ടില്ല, പൂർണ്ണമായിട്ട് തൂർന്നിക്കണ്. അത് ഇപ്പോൾ വെള്ളം കിട്ടാത്ത വെള്ളം കൂടി വരെ മുട്ടിയൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. മക്കളെ സ്കൂൾ പറഞ്ഞേക്കാനോ കാരണം ഒരു വണ്ടി വരാൻ സുഖമില്ലാത്ത ആളൊക്കെ ഉള്ളതാണ്. നമുക്ക് റോട്ടുമൊക്കെ പോകാനോ ഒന്നിനും പറ്റുന്നില്ല. തെണ്ടിൽമൊക്കെ വരെ വെള്ളം കയറുകയാണ്. റോഡിന്റെ പല ഭാഗങ്ങളിലും നേരത്തെ ഉണ്ടായിരുന്ന ഓടകൾ നികത്തി അശാസ്ത്രീയമായ രീതിയിൽ വെള്ളം ഒഴുക്കി വിടുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനെതിരെ പലകുറി പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ദേശീയപാത നിർമ്മാണ കമ്പനിയോ NHAIയോ ചെവികൊണ്ടില്ലെന്ന ആക്ഷേപവുമുണ്ട്. ഇത് 3ാം തവണയാണ് മൂടാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ മഴവെള്ളം കയറുന്നത്. ന്യൂസ് 18 മലപ്പുറം. ആക്രി എന്ന് കരുതി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ലേലം ചെയ്ത ബോട്ടിന്റെ ചരിത്രം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കൊച്ചിക്കാർ. ആധുനിക കൊച്ചിയുടെ ശില്പി എന്നറിയപ്പെടുന്ന റോബർട്ട് ബ്രിസ്റ്റോ ഉപയോഗിച്ചിരുന്ന ബോട്ടാണ് ഒരു സ്ക്രാപ്പ് ഡീലർ സ്വന്തമാക്കി പുതുമോടിയോടെ കൊച്ചിക്ക് വേണ്ടി ഒരുക്കിയത്.
ആക്രിയാണെന്ന് കരുതി സാജർ സിത്താര ലേലത്തിൽ വാങ്ങിയതാണ് ഈ ബോട്ട്. കുപ്പത്തൊട്ടിയിലെ മാണിക്യമാണ് ഈ ബോട്ട് എന്ന് അറിഞ്ഞ നിമിഷം അത് കൊച്ചിയുടെ ചരിത്രത്തിന്റെ അടയാളമായി മാറുകയാണ്. 105 വർഷം പഴക്കമുള്ളതാണ് ML വാസ്കോ ബോട്ട്. 2010 2 ലക്ഷം രൂപ മുടക്കി പൊളിച്ചു വിൽക്കാനായി സാജർ സിത്താര കൊച്ചിൻ പോർട്ടസ്റ്റിൽ നിന്ന് ഇത് വാങ്ങിയത്. റോബർട്ട് ബ്രിസ്റ്റോ ഉപയോഗിച്ചിരുന്ന ബോട്ടാണെന്ന ചരിത്രം അറിയാതെയാണ് ഇത് വാങ്ങിയത്. പോർട്ട് ട്രസ്റ്റിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതോടെയാണ് ലേലത്തിൽ വാങ്ങിയത് അമൂല്യ വസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞത്. ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഏതായാലും ഇത് സംരക്ഷിക്കണമെന്നും ഇത് നമ്മൾക്ക് എവിടെയെങ്കിലും ഇത് ആളുകൾക്ക് ഇത് കൊച്ചിയുടെ ചരിത്രം അറിയുന്നതിന് വേണ്ടി ഇത് സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ 4 പ്രദേശത്താണ്, ഞങ്ങൾ 4 പേരും കൂടി കൂട്ടായ ഒരു തീരുമാനമായിരുന്നു. ഇത് സംരക്ഷിച്ച് നമുക്കിത് എവിടെയെങ്കിലും അന്ന് ഞങ്ങൾക്കിത് വെക്കാൻ പറ്റിയൊരു സ്ഥലം ലഭിക്കാതിരുന്നതുകൊണ്ട് ഞങ്ങളുടെ തന്നെ ഒരു പ്രൈവറ്റ് യാർഡിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ഒരു സ്ഥലം ഞങ്ങളുടെ സ്വന്തമായി കിട്ടിയപ്പോൾ അവിടെ ഇത് കൊച്ചിയുടെ ചരിത്രം കൊച്ചിയുടെ ഈ തലമുറയ്ക്കും ഇനി വരുന്ന തലമുറയ്ക്കും അറിയുന്നതിന് വേണ്ടി പഠിക്കുവാൻ വേണ്ടി ഇതവിടെ എന്നും സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ബോട്ടിന്റെ അറ്റകുറ്റപ്പണികൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. തോപ്പുംപടിയിൽ ഒരു കൺവെൻഷൻ സെന്റർ ഒരുങ്ങുന്നുണ്ട്. അവിടെയാകും നവീകരിച്ച ML വാസ്കോ ബോട്ടിന്റെ പ്രദർശനം ഉണ്ടാവുക. പഴയ ബോട്ടുകളും കപ്പലുകളും വാങ്ങി പൊളിച്ചു വിൽപ്പന നടത്തുന്ന ബിസിനസ് സാജർ സിത്താരയും സഹോദരങ്ങളും 3 പതിറ്റാണ്ടിലേറെയായി നടത്തിവരികയാണ്. ന്യൂസ് 18 കൊച്ചി. പഴയ പ്രതാപം വീണ്ടെടുക്കാൻ ഒരുങ്ങി പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ്. ഫാം ടൂറിസവും ഉദ്യാനവും ഒക്കെയായി 5 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് തുടക്കമായി. കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരിടമായി സെൻട്രൽ ഓർച്ചാർഡ് മാറുമെന്നാണ് പ്രതീക്ഷ. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ 6 പതിറ്റാണ്ട് കാലം മുൻപ് സ്ഥാപിതമായി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിവിധ കാരണങ്ങളാൽ അവഗണന നേരിട്ട സെൻട്രൽ ഓർച്ചാർഡിന്റെ പ്രതാപം വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കമായത്. ഇതിന്റെ ഭാഗമായി ബജറ്റിൽ അനുവദിച്ച 5 കോടി രൂപയുടെ പ്രവൃത്തികൾക്കും തുടക്കമായി. ജൈവ കൃഷി പരിശീലന യൂണിറ്റ് നിർമ്മാണം, നടപ്പാത, ചെയിൻ ലിങ്ക് ഫെൻസിംഗ്, പോളി ഹൌസ് നിർമ്മാണം, സംയോജിത കൃഷി യൂണിറ്റ്, 13 ഏക്കർ സ്ഥലത്ത് കൃത്യതാ കൃഷി, കുഴൽക്കിണർ നിർമ്മാണം, ഔഷധ സസ്യ ഗാർഡൻ, കുട്ടികൾക്കുള്ള പാർക്ക്, അലങ്കാര പുഷ്പങ്ങളുടെ കൃഷി, സ്മാർട്ട് കൃഷി പരിചയപ്പെടുത്തൽ, വിവിധ കാർഷിക സെൻസറുകൾ ഉപയോഗിച്ചുള്ള കൃഷിരീതികൾ, ഹൈടെക് ഫാമിംഗ് യൂണിറ്റ്, വിദേശ ഫലവൃക്ഷത്തോട്ടം എന്നിവയാണ് കേന്ദ്രത്തിൽ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത്. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഓർച്ചാർഡ് എന്തിനു വേണ്ടിയിട്ടാണോ രൂപം കൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ അവിടെ നിന്നുണ്ടാവുകയും വേണം. അത് ഉറപ്പാക്കുക എന്നുള്ളത് വകുപ്പിൽ അവിടെ നിയോഗിച്ചിരിക്കുന്ന ജീവനക്കാരുടെ കടമയും ലക്ഷ്യവും ആ തരത്തിലുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അത് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ്, ആ അർത്ഥത്തിൽ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. കൃഷിയോട് താൽപര്യമുള്ളവർക്ക് കലവറയാണ് പട്ടാമ്പിയിലെ സെൻട്രൽ ഓർച്ചാർഡും ചുറ്റപ്പെട്ട് കിടക്കുന്ന 26 ഏക്കർ വളപ്പും. പച്ചക്കറി, ഫലവൃക്ഷങ്ങൾ, അലങ്കാര സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങി വൈവിധ്യങ്ങളായ ഇനങ്ങൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയമാണിവിടം. ചെടികളുടെ പരിപാലനത്തിനായി 5 പോളി ഹൌസുകൾ അടക്കമുള്ള സൗകര്യവും ഇവിടെയുണ്ട്. പദ്ധതികൾ പൂർത്തിയാക്കുന്നതോടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇടമായി സെൻട്രൽ ഓർച്ചാർഡ് മാറുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പട്ടാമ്പി. പാലക്കാട് തൃത്താല മണ്ഡലത്തിൽ 1.5 കോടി രൂപയുടെ മണ്ണ് ജലസംരക്ഷണ പദ്ധതികൾക്ക് തുടക്കമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അന്തർദേശീയ തലത്തിൽ ചർച്ച ചെയ്ത സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ജനങ്ങളുടെ മുഴുവൻ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. മണ്ണ് പര്യവേക്ഷണ സംരക്ഷണ വകുപ്പ് അനുവദിച്ച 1.63 കോടി രൂപയുടെ 5 ചെറുനീർത്തട പദ്ധതികൾക്കാണ് സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി മണ്ഡലത്തിൽ തുടക്കം കുറിച്ചത്. തൃത്താല കണ്ണന്നൂർ തോട് നവീകരണം, പട്ടിത്തറ പട്ടിശ്ശേരി ചേരാഞ്ചിറ തോട് നവീകരണം, ചാലിശ്ശേരി പാലക്കൽ തോട് നവീകരണം, കപ്പൂർ പൂണൂൽക്കുളം നവീകരണം, പരുതൂര ആർത്തിക്കുളം നവീകരണം എന്നീ പദ്ധതികൾക്കാണ് അനുമതി. പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. 2023-24 അനുവദിച്ച 2 കോടി രൂപയുടെ പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ 25-26 വീണ്ടും ഒരു 1.64 കോടി രൂപ നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. തൃത്താല മണ്ഡലത്തിൽ നമ്മൾ നടത്തിയ സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി മണ്ണ് സംരക്ഷണ, ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ കൃഷിയിൽ വലിയ പുരോഗതി കൈവരിച്ചതുകൊണ്ടാണ് കൂടുതൽ ഫണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ രാവിലെ നമ്മൾ
ആത്മയുടെ ഒരു പരിപാടി നടത്തുകയുണ്ടായി. അതിന് പാലക്കാട് ജില്ലയ്ക്ക് നെൽകൃഷിക്ക് അനുവദിച്ച 10 ലക്ഷം നെൽകൃഷിക്ക് അനുവദിച്ച 10 ലക്ഷം രൂപ പൂർണ്ണമായും കിട്ടിയത് തൃത്താല മണ്ഡലത്തിലേക്കാണ്. ജില്ലയ്ക്ക് അനുവദിച്ച മുഴുവൻ പൈസയും ഇവിടേക്കാണ് കിട്ടിയത്. കാരണം ഇവിടേക്ക് പണം അനുവദിച്ചാൽ അത് കൃത്യമായിട്ട് വിനിയോഗിക്കും, കാര്യം നടക്കും എന്നുറപ്പുണ്ട്. ചെലവഴിക്കപ്പെടാതെ കിടക്കില്ല എന്നതുകൊണ്ടാണ്. 2023-24 സാമ്പത്തിക വർഷം മുതൽ അനുവദിച്ച പ്രത്യേക ബജറ്റ് വിഹിതം ഉപയോഗിച്ച് മണ്ഡലത്തിൽ 8 ചെറുനീർത്തടങ്ങളിലായി 1.88 കോടി രൂപ ചെലവഴിച്ച് മണ്ണ് ജല ജൈവ സമ്പത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ന്യൂസ് 18 തൃത്താല. ഒയാസിസ് ബ്രൂവറി പദ്ധതിക്കെതിരെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങി എലപ്പുള്ളി പഞ്ചായത്ത്. സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ സമീപിക്കാൻ പ്രത്യേക ബോർഡ് യോഗത്തിൽ തീരുമാനിച്ചു. കോൺഗ്രസ് BJP പഞ്ചായത്ത് അംഗങ്ങൾ തീരുമാനത്തെ അനുകൂലിച്ചപ്പോൾ CPM അംഗങ്ങൾ എതിർപ്പ് രേഖപ്പെടുത്തി. എലപ്പുള്ളിയിൽ ക്രമവിരുദ്ധമായി പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നെന്ന് ആരോപിച്ചാണ് പഞ്ചായത്തിന്റെ നീക്കം. കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര യോഗത്തിലാണ് സർക്കാരിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടിയതിനു ശേഷമാണ് നടപടി. യോഗത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തെ കോൺഗ്രസ് BJP അംഗങ്ങൾ അംഗീകരിച്ചു. എന്നാൽ CPM അംഗങ്ങൾ എതിർപ്പ് രേഖപ്പെടുത്തിയതോടെ യോഗത്തിൽ വാക്കേറ്റമുണ്ടായി. ബ്രൂവറി പദ്ധതി മൂലം ഒരാൾക്കും പ്രശ്നമുണ്ടാകില്ലെന്നായിരുന്നു CPMന്റെ പക്ഷം. അതേസമയം കേസ് നടത്താൻ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭരണസമിതി സ്വന്തം ചെലവിൽ കേസ് നടത്തും. ഇതിനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒയാസിസിനെതിരെ 6ാം വാർഡിൽ പ്രത്യേക ഗ്രാമസഭ ചേരാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് കൊളത്തൂരിനെ വിറപ്പിച്ച പുള്ളിപ്പുലി ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ റെമോ. 7 മാസം മുമ്പാണ് വനം വകുപ്പ് നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തിയ പുലിയെ കൂടുവെച്ച് പിടികൂടിയത്. പരിക്കേറ്റതിനെ തുടർന്ന് പാർക്കിലെ വെറ്ററിനറി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആൺപുലി. കൊളത്തൂർ ഗ്രാമത്തെ 1.5 വർഷത്തോളം വിറപ്പിച്ച പുള്ളിപ്പുലിയിനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ സഞ്ചാരികളെ ആകർഷിക്കും. കെണിയിൽ കുരുങ്ങി പരുക്കേറ്റതിനെ തുടർന്ന് സുവോളജിക്കൽ പാർക്കിലെ വെറ്റിനറി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പുള്ളിപ്പുലി. കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് പുലിയെ പാർക്കിലേക്ക് മാറ്റിയത്. പാർക്കിലെ 3 പുലികളിൽ കൊളത്തൂരിൽ നിന്ന് കൊണ്ടുപോയ ഈ ആൺപുലി കഴിഞ്ഞ മാർച്ച് 26-ന് ബേഡെടുക്ക പഞ്ചായത്തിലെ കൊളത്തൂർ ആവലുംകാലിൽ നിന്നാണ് വനം വകുപ്പ് കൂടുവെച്ച് പുലിയെ പിടികൂടിയത്. ഈ പുലിക്ക് റെമോ എന്ന് പേരും നൽകി. ഫെബ്രുവരി 5-ന് കൊളത്തൂർ മടന്തക്കോട് മാളത്തിൽ മുള്ളൻ പന്നിക്ക് വച്ച കെണിയുടെ ഇരുമ്പ് കേബിളിൽ കുടുങ്ങി വലതുകാലിന് പരുക്കേറ്റിരുന്നു. അന്ന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പുലിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടെ മുഖത്തും സാരമായി പരുക്കേറ്റു. പിന്നീട് പിടിയിലായ പുലിയെ വനം വകുപ്പ് ചീഫ് കൺസർവേറ്ററുടെ അനുമതി വാങ്ങിയാണ് സുവോളജിക്കൽ പാർക്കിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയത്. മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ ഡോക്ടർമാർ പരിശോധിച്ച ശേഷം 7 മാസമായി പുലി സുവോളജിക്കൽ പാർക്കിലെ വെറ്റിനറി ആശുപത്രിയിലാണ്. പരുക്ക് പൂർണ്ണമായും ഭേദമായതിനെ തുടർന്ന് അധികൃതർ തന്നെയാണ് ഇവന് റെമോ എന്ന പേരിട്ടത്. സ്വന്തം വാൽ കടിച്ചു മുറിച്ച് തുടക്കത്തിൽ ഈ പുലി അക്രമാസക്തനായിരുന്നു. എന്നാൽ നല്ല അനുസരണയുള്ള കുട്ടിയായി മാറിയിരിക്കുകയാണിപ്പോൾ. ഏകദേശം 6 വയസ്സ് പ്രായമുണ്ടെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. വയനാട്ടിൽ നിന്ന് എത്തിച്ച ഒരു പുലിയും തൃശൂർ മൃഗശാലയിൽ നിന്ന് മാറ്റിയ പുലിയുമാണ് പാർക്കിൽ വേറെയുള്ളത്. ന്യൂസ് 18 കാസർഗോഡ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ രാവിലെ 11 മണിക്ക് പ്രഖ്യാപിക്കും. മികച്ച നടന് വേണ്ടി അവസാന റൗണ്ടിൽ മമ്മൂട്ടിയും ആസിഫ് അലിയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. മമ്മൂട്ടി അവതരിപ്പിച്ച ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി അദ്ദേഹത്തിന് വീണ്ടും ഒരു സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുക്കുമോ എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ആസിഫ് അലിയുടെ 4 ചിത്രങ്ങൾ വെച്ചിട്ടായിരിക്കും ആസിഫ് അലിയുടെ പ്രകടനം വിലയിരുത്തുക. ലെവൽ ക്രോസ്, കിഷ്കിന്ദാകാന്ഡം, രേഖാചിത്രം, അഡിയോസ് അമീഗോ എന്നീ ചിത്രങ്ങളും മത്സരരംഗത്ത് ആസിഫ് അലിക്കായി ഉണ്ട്. 128 ചിത്രങ്ങളിൽ 38 ചിത്രങ്ങൾ മാത്രമാണ് അവസാന റൗണ്ടിൽ എത്തിയത്. പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറിയാണ് പ്രഖ്യാപനം നടത്തുക. തിരുവനന്തപുരം നെയ്യാറ്റിൻകര മേഖലയിൽ നിരവധി പേർക്ക് ഭക്ഷ്യവിഷബാധ. ചെമ്പല്ലി എന്ന് മീൻ കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായിരിക്കുന്നത്. 35ഓളം പേരാണ് ഇതേ തുടർന്ന് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. കാഞ്ഞിരംകുളം, ഊരമ്പ്, ചാമവിള, കുറുവാട് എന്നിവിടങ്ങളിലെ ചന്തകളിൽ നിന്നാണ് മീൻ വാങ്ങിയതെന്ന് ചികിത്സയിലുള്ളവർ പറഞ്ഞു. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, എന്താണ് സംഭവിച്ചത്? ഹരി, അത് തന്നെയാണ് സംഭവം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന കാഞ്ഞിരംകുളം, ഊരമ്പ്, ചാമവിള
തുടങ്ങിയ കുറുവോട് ചന്തകളിൽ നിന്നും വാങ്ങിയ ചെമ്പല്ലി വിഭാഗത്തിൽപ്പെട്ട മീൻ പാകം ചെയ്ത് കഴിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പ്രാഥമിക വിവരം. ഇവിടെ കഴിച്ച് ഏകദേശം 30 അല്ല ഏകദേശം 50ഓളം പേർക്ക് ഈ പറയുന്ന ആരോഗ്യ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. ഛർദിലും വയറിളക്കവുമായിരുന്നു പ്രധാന ലക്ഷണങ്ങൾ. തുടർന്ന് ഇവർ സമീപത്തെ പ്രാഥമിക ആശുപത്രികളിലും ഒപ്പം നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിലും ചിലരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഉൾപ്പെടെ പ്രവേശിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് എന്താണ് ഇതിന്റെ പ്രാഥമിക വിഷയങ്ങളെന്ന് ഇനിയും പരിശോധിച്ചിരുന്നത്. എന്തായാലും ഇത് മീൻ കഴിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായെന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവൃത്തങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. ഈ ചികിത്സയിലുള്ള ആരുടെയും നില ഗുരുതരമല്ല, എല്ലാവരും ആരോഗ്യനില തരണം ചെയ്തു വരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ സംഭവിക്കാനുള്ളത്. ഹരി, അരുൺ, കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും, പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തുടർന്ന് അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇപ്പം ഈ ഗുരുതരമല്ല എന്ന് പറയുമ്പോൾ പോലും അവരുടെ സാഹചര്യം എന്താണ്? പലരും ഡിസ്ചാർജ് ആയിട്ടുണ്ടോ? ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്? കുട്ടികൾ പലരും ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണ് എന്നുള്ളത് തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. അതേസമയം ചില മുതിർന്ന ആൾക്കാർക്ക് അതായത് കുറഞ്ഞ തോതിൽ ഈ മീന് കഴിച്ചിട്ടുള്ളവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല. എന്നാൽ കൂടുതൽ കഴിച്ചിട്ടുള്ളവർക്കാണ് അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അവരെല്ലാവരും ചികിത്സയിലാണ്. ഇതിൽ പ്രായമായുള്ള ആൾക്കാരും ചികിത്സയിലാണ്, ഐസിലുണ്ട്. എന്തായാലും ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു വാർത്ത നമുക്ക് പങ്കുവയ്ക്കാം. പക്ഷെ ഇപ്പോഴും പലർക്കും ഈ നേരിയ ബുദ്ധിമുട്ടുകൾ തുടരുകയാണ്. അത് തരണം ചെയ്തു വരുന്നു. കാരണം ഭക്ഷ്യവിഷയാബാധ ആയതിനാൽ അതിൽ നിന്ന് ഒരു മാറ്റം വരാൻ സമയമെടുക്കുമെന്നുള്ളതാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത്. അരുൺ, ഇതിന്റെ അന്വേഷണം എങ്ങനെ നീളാനാണ് സാധ്യത? കാരണം പ്രത്യേകിച്ച് കാഞ്ഞിരംകുളം, മൂരമ്പ്, ചാമവിള, കുറുവാട് ഈ ചന്തകളിൽ നിന്നാണ് ഈ മീൻ വാങ്ങിയതെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ നെയ്യാറ്റിൻകര താലൂക്കിൽ നിന്നാണല്ലോ ഈ 4 ഭാഗങ്ങളും ഉള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള അന്വേഷണം എങ്ങനെ നീളാനാണ് സാധ്യത? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് കഴിയുന്നത് വിവരമറിഞ്ഞ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉൾപ്പെടെയുള്ള ആരോഗ്യ വിഭാഗത്തിന് അധികൃതർ ഉൾപ്പെടെ ഹെൽത്ത് വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന പരിശോധന സെന്ററുകൾ നടത്തിയിരുന്നു. നമുക്ക് നേരത്തെ സൂചിപ്പിക്കുന്നത് ഈ അതിർത്തിയിൽ വരുന്ന മീനുകൾ പലതും അല്പം പഴക്കം ചെയ്ത മീനുകൾ വരുന്നു എന്നുള്ള ആരോപണം മുമ്പുമുണ്ട്. അതിന് ഈ പറയുന്ന വ്യക്തമായ ഒരു ലൈസൻസോ വ്യക്തമായ ഒരു ധാരണയില്ലാതെ ഒരു വിപണനമാണ് മീനിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുള്ള ഒരു വ്യാപകമായ ഒരു ആക്ഷേപം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അടുത്തിടെ മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ചിപ്പി പോലുള്ള കഴിച്ച് നിരവധി പേർക്ക് പ്രശ്നമുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ഈ പറയുന്ന 10-20ഓളം പേര് നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെ, ജില്ലാ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ ചികിത്സ നേടിയ ഒരു സാഹചര്യവും നമുക്ക് നേരത്തെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിലും ഈ പറയുന്ന മീനുകൾ വരുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല. കാരണം ഇത് പുലർച്ചെയാണ് ഈ പറയുന്ന മീനിന്റെ ഒരു വ്യാപാരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരാരും യഥാസമയം മീനിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ എത്തുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. കാരണം പുലർച്ചെയാണ് ഈ പറയുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മീനെത്തി ഈ പറയുന്ന ആൾക്കാർക്ക്, ചെറുകിട വ്യാപാരികൾക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും പരിശോധന നടത്തുന്നത് ആ സമയത്ത് ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആക്ഷേപമാണ്. ആ സമയത്ത് തന്നെ പുലർച്ചെ തന്നെ വീടുകളിലേക്ക് അവർ വിറ്റുപോകുന്നതിനാൽ ആ ഒരു കച്ചവടം നടക്കുന്നു. വൈകിട്ടിരിക്കുന്ന മീനുകൾ മാത്രമേ ഇവരെത്തുന്നുള്ളൂ, പരിശോധിക്കുന്നുള്ളൂ. അത് പിടിക്കുന്നു, അത് നഷ്ടപ്പെടുന്നു. എന്നാൽ ഒരു കാര്യമായ പരിശോധനയോ ഒരു ലൈസൻസ് സംവിധാനങ്ങളോ ഇല്ല എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നു. ശരി, അതാണ് മത്സ്യങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർ കൺതുറന്ന് കാണേണ്ട സിറ്റുവേഷൻ കൂടിയാണ്. ഇത് 35 പേരാണ് ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട്. എന്നാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അരുൺ മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ നമ്മൾ അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ തുടക്കം കുറിച്ചതുപോലെ തന്നെ ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച അല്പസമയത്തിനകം തുടങ്ങുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. കൂടിക്കാഴ്ച ആരംഭിച്ചു. ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച ആരംഭിച്ചു എന്നുള്ളതാണ് വാർത്ത. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്ന വിശദാംശങ്ങളുമായി. അഭിലാഷ്, കൂടിക്കാഴ്ച ആരംഭിച്ചു. ലോകം ഉറ്റുനോക്കുന്ന കൂടിക്കാഴ്ച. പ്രതീക്ഷകൾ നമ്മൾ നേരത്തെ പങ്കുവച്ചതുപോലെ തന്നെയാണ്. ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇരുവരും മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്നത് വ്യക്തമാണ്. 6 വർഷങ്ങൾക്ക് ശേഷം ഇരു നേതാക്കളും തമ്മിൽ കാണുന്നു. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് നമ്മൾ കാണേണ്ട ഒരു എൻഡ് റിസൾട്ട് എന്തായിരിക്കണം?
ഹരി, ഇപ്പോൾ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കൂടെ കാണുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപും ഷീ ജിൻപിങ്ങും ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും വരുന്ന ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നത്തെ ഈ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ്. ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ലോകത്തെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും താരിഫ് യുദ്ധങ്ങളടക്കം വാണിജ്യ യുദ്ധങ്ങളടക്കം പരസ്പരം വിലപേശലുകളൊക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു കൂടിക്കാഴ്ചയിലേക്ക് രണ്ട് രാജ്യങ്ങളും ഒരു സമവായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സൗത്ത് കൊറിയയിലെ കസോളിലാണ് ഇപ്പോൾ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ രണ്ട് രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളടക്കം വിദേശകാര്യമന്ത്രിമാരടക്കം ഇരു നേതാക്കളും ഇരു നേതാക്കളും തമ്മിലിരുന്ന് ചർച്ചകൾ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും താരിഫ് യുദ്ധത്തിലെ വിഷയങ്ങളായിരിക്കും ചർച്ചയാവുക. അതിൽ ഫെൻറ്റാനിൽ എന്ന് പറയുന്ന മയക്കുമരുന്ന് ചൈനയിൽ നിന്ന് വെനസ്വേല വഴി അമേരിക്കയിലെത്തുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം അമേരിക്ക ചൈനയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നു. ആ ആരോപണത്തിന് പിന്നാലെ തന്നെ 20% അധിക നികുതി ചൈനയ്ക്കെതിരെ അമേരിക്ക ചുമത്തിയിരുന്നു. അതുപോലെ ചൈന റെയർ എർത്ത് എലമെന്റ്സ്, അതായത് അപൂർവ ധാതുക്കൾ, അത് അമേരിക്കയിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി. കാരണം ഈ അപൂർവ ധാതുക്കളാണ് വലിയ സാങ്കേതിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിന്, സ്മാർട്ട് ഫോണുകളടക്കം ലാപ്ടോപ്പുകളടക്കമുള്ള MRI സ്കാനിങ് മെഷീൻ അടക്കമുള്ള സാങ്കേതിക ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ എലമെൻ്റ് എന്ന് പറയുന്നത്, അപൂർവ ധാതുക്കൾ എന്ന് പറയുന്നത്. അവയുടെ നിയന്ത്രണം ചൈന, അവയുടെ കയറ്റുമതി അമേരിക്ക നിയന്ത്രിച്ചു. അതുപോലെ അത് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ അപൂർവ ധാതുക്കളുടെ ഖനനത്തിൽ ലോകത്തിൽ തന്നെ 70% കൈയടക്കി വെച്ചിരിക്കുന്നത് ചൈനയാണ്. അതുകൊണ്ട് ചൈനയുടെ നിയന്ത്രണത്തിലാണ് അതുള്ളത്. അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നു. അതുപോലെ തിരിച്ച് അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സോയാബീൻ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. ഈ താരിഫ് യുദ്ധത്തിന് പിന്നാലെ അത് പൂർണ്ണമായും 100% ചൈന അത് കട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് മറ്റൊരു തിരിച്ചടിയായിരിക്കുന്നത്. പകരം ബ്രസീലിൽ നിന്നും മറ്റ് അർജന്റീന പോലുള്ള രാജ്യങ്ങളിൽ നിന്നും സോയാബീൻ ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനം ചൈന കൈക്കൊണ്ടു. ഇങ്ങനെ മാത്രമല്ല, അമേരിക്ക 100% താരിഫ് അധിക നികുതി ഏർപ്പെടുത്തിയാൽ തിരിച്ച് ചൈനയും അതുപോലെ 100% ഏർപ്പെടുത്തുമെന്നുള്ള മറുപടി നൽകിയിരിക്കുന്നു. അങ്ങനെ കൊണ്ടും കൊടുത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളാണ് ഇന്നിപ്പോൾ ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചർച്ചകൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതേസമയം തന്നെ ചൈനയെ സംബന്ധിച്ച് ചൈന അമേരിക്കയെ ആശ്രയിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് സോയാബീനാണ്, മറ്റൊന്ന് ഹൈ എൻഡ് സെമി കണ്ടക്ടേഴ്സ് ആണ്. വലിയ മറ്റു ഉപകരണങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് അമേരിക്കയിൽ നിന്നാണ് ചൈന വാങ്ങുന്നത്. അക്കാര്യത്തിൽ ചൈനയ്ക്കൊരു ഈ ഒരു അമേരിക്കയുമായിട്ടുള്ള ഒരു താരിഫ് യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ അത് ചൈനയ്ക്ക് ഒരു തിരിച്ചടിയായിരുന്നു. അതുപോലെ ബോയിങ് എയർക്രാഫ്റ്റ് അമേരിക്കയിൽ നിന്ന് ചൈന വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഡീലുകൾ, അതുപോലെ ടിക്ടോക്ക് അമേരിക്കയിൽ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള വിവിധ വിഷയങ്ങൾ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ മുന്നോട്ട് അതുതന്നെയാണ്. വിവിധ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അഭിലാഷിന് അപ്പുറത്തുള്ള സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നതാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഈ ചർച്ച. ആ ചർച്ച ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം ഉറ്റുനോക്കുന്ന ചർച്ച തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ചില വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ട്രംപ് എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് തന്നെയാണ്. മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിട്ടുണ്ടെന്നും കൂടി ട്രംപ് പറയുന്നുണ്ട്. അതിന് മറുപടിയായി ഷീ ജിൻപിങ് പറയുന്നത് ട്രംപിനെ കാണാൻ സാധിച്ചതിൽ സന്തോഷം എന്നുള്ളതാണ്. 6 വർഷത്തിന് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ചയും കൂടിയാണ്. അപ്പോൾ അത് ഷീ ജിൻപിങ് അതാണ് മറുപടി നൽകുന്നത്. മാത്രമല്ല ഷീ പറയുന്ന ഒരു കാര്യം ചൈനയും US-ഉം ഷുഡ് ബി പാർട്ട്നേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്നുള്ളതാണ്. അത് നിരവധി തവണ ഷീ ജിൻപിങ് പബ്ലിക്കിൽ നിരവധി തവണ ആവർത്തിച്ചിട്ടുള്ള കാര്യമാണെന്ന് ഷീ ജിൻപിങ് പറയുന്നു. ദാറ്റ് ഈസ് വാട്ട് ഹിസ്റ്ററി ഹാസ് ടോട്ട് us ആൻഡ് വാട്ട് റിയാലിറ്റി ഡിമാൻഡ്സ് എന്നുള്ളതാണ് ഷീ ജിൻപിങ്ങിന്റെ മറുപടി. അഭിലാഷ്, ഈ വിശദാംശങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരു നേതാക്കളും തമ്മിൽ സൗഹൃദപരമായ ആദ്യ സംഭാഷണങ്ങളാണ് പുറത്തു വരുന്നത്. ഹരി, ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അമേരിക്ക ആൻഡ് ചൈന ഷുഡ് ബി ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സുഹൃത്തുക്കളായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത്. അതായത് ഇപ്പോൾ US പ്രസിഡന്റ് ഇന്ത്യയെ പറ്റി പറയുമ്പോൾ നമ്മൾ നല്ല സുഹൃത്തുക്കളാണെന്നാണ് പറയുന്നത്. പക്ഷേ ചൈനയുടെ കാര്യം വന്നപ്പോൾ ഷുഡ് ബി ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സുഹൃത്തുക്കളായിരിക്കേണ്ടവരാണ് എന്നുള്ളതാണ്. അതായത് നിലവിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് ആ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മൾ അത് അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ഒരു ബന്ധം, ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ച ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട്
കൊണ്ട് മുന്നോട്ട് പോകാൻ സഹായിക്കണമെന്നുള്ളതാണ് ഇരു നേതാക്കളും പരസ്പരം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ഇന്നത്തെ മീറ്റിംഗ് കൂടിക്കാഴ്ച വിജയകരമായി പൂർത്തിയായാൽ ഈ മറ്റന്നാൾ ഒരു പ്രത്യേക ദിവസമാണ്. കാരണം അമേരിക്ക ചൈനയ്ക്കെതിരെ അധിക നികുതി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ കൂടിക്കാഴ്ച വിജയകരമായി പൂർത്തിയായില്ലെങ്കിൽ നവംബർ 1 മുതൽ 157% ചൈനയിൽ നിന്ന് അമേരിക്കയിൽ വിജയകരമായി പൂർത്തിയായില്ലെങ്കിൽ 157% താരിഫ് മറ്റന്നാൾ മുതൽ, അതായത് നവംബർ 1 മുതൽ വരും. എന്തായാലും ആദ്യ കൂടിക്കാഴ്ചകൾ വരുന്നു. US ആൻഡ് ചൈന ഷുഡ് ബി പാർട്ട്നേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്നുള്ളതാണ് ക്സി പറയുന്നത്. അങ്ങനെ ആകണം എന്നുള്ളതാണ് ഷീ ജിൻപിങ് മുന്നോട്ട് വെക്കുന്ന ആവശ്യം. എന്തായാലും നമ്മൾ ഇടവേളയിലേക്ക് പോകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. തിരികെ നമ്മൾ വാർത്തകളിലേക്ക് വരുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം സൗത്ത് ആഫ്രിക്ക വനിതാ ടീം അവർ ഫൈനലിലേക്ക് കടന്നു എന്നുള്ളതാണ്. സൗത്ത് ആഫ്രിക്കൻ ടീം ആദ്യമായിട്ടാണ് ODIയിൽ ഏകദിനത്തിൽ വേൾഡ് കപ്പിൽ ഫൈനലിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. ബോത്ത് മെൻസിൻ്റെയും വിമൻസിൻ്റെയും രണ്ട് എടുത്തു നോക്കിയാൽ പോലും ഏകദിന ലോകകപ്പ് ഫൈനലിൽ ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്ക എത്തിയ ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അത് സൗത്ത് ആഫ്രിക്കൻ വനിതാ ടീം കൂടിയാണ്. എന്നാൽ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇന്ത്യക്ക് ഇന്ന് സെമി പോരാട്ടമാണ്. കരുത്തരായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. വൈകിട്ട് 3 മണിക്ക് നവി മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. സ്മൃതി മന്ദന നയിക്കുന്ന ബാറ്റർമാരിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. പരിക്കേറ്റ പ്രതിക റാവലിന് പകരം ഷെഫാലി വർമ്മ ഓപ്പണറാകും. ടൂർണമെന്റിൽ തോൽവി അറിയാതെയാണ് ഓസ്ട്രേലിയ സെമിയിലേക്ക് എത്തിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ വമ്പൻ ജയം സ്വന്തമാക്കിയ ഓസ്ട്രേലിയയ്ക്ക് തന്നെയാണ് മത്സരത്തിൽ മേധാവിത്വമുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഗ്രൂപ്പ് ഡിയിലെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡ് FC ആണ് എതിരാളികൾ. ബാംബോളിമിലെ GMC അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 4:30 മത്സരം. ഇരു ടീമുകളും ആദ്യമായാണ് നേർക്കുനേർ വരുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ടൂർണമെന്റിൽ വിജയകരമായ തുടക്കം തേടുന്ന ഇരു ടീമുകൾക്കും ഈ മത്സരം നിർണായകമാണ്. ഇനി നമ്മൾ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ഇന്ന് 7ാം ജന്മദിനം ആഘോഷിക്കുന്ന പാറശാല സ്വദേശിനി അവ്യക്തമോൾക്ക് ജന്മദിനാശംസകൾ വരികയാണ്. അച്ഛൻ മഹേഷ്, അമ്മ അനിഷ, ഒപ്പം സഹോദരൻ അദ്വൈത്. വിത്ത ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ രാവിലെയുടെ സമയം അവസാനിക്കുകയാണ്. ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യാണ്. എന്തായാലും നമ്മൾ രാവിലെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം. നമസ്കാരം.